നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്നെന്താണ് പ്രധാന വാർത്ത? ഏറ്റവും പ്രധാന വാർത്ത ഇന്ന് പിന്നെ തളിപ്പറമ്പിലെ വിമത സ്ഥാനാർത്ഥി നിയുക്ത എം എൽ എ ടി കെ ഗോവിന്ദനും വൈഫും ഭാര്യ രമണിയും ഇന്ന് തളിപ്പറമ്പിലെ ടി കെ അവർ രണ്ടുപേരും ഇന്ന് ഇദ്ദേഹത്തിന്റെ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ ചെന്നു എന്നുള്ളതാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ ചെന്നു എന്ന് മാത്രമല്ല, എന്നെ ആരും അടിമയാക്കണ്ട, എന്നെ ആരും പേടിപ്പിക്കാൻ നോക്കണ്ട എന്ന് വിനോദിനി ബാലകൃഷ്ണൻ പറഞ്ഞുകൊണ്ട് ഈ സന്ദർശനത്തെ എന്റെ വീട്ടിൽ വരുന്ന ആളെ ഞാൻ ഒരിക്കലും വർഗ്ഗവഞ്ചകൻ എന്ന് പറയില്ല. കോടിയേരിയോട് സ്നേഹമുള്ളവരാണ് ഇവിടെ വരുന്നത്. അവരെ ഒരിക്കലും ഞാൻ വർഗ്ഗവഞ്ചകൻ എന്ന് പറയുന്നില്ല. ഞാൻ ആരുടെ അടിമയല്ല. എനിക്കിഷ്ടമുള്ളത് എൻ്റെ ശരികളെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും എന്ന് വിനോദിനി ശക്തമായിട്ട് പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ അതിൻ്റെ വിഷ്വൽസ് ഒക്കെ വന്ന കണ്ടില്ലേ? അതായത് അവർ തന്നെ ഒരു പൂപ്പാത്രം കൊണ്ട് കോടിയേരിയുടെ പ്രതിമയുടെ മുന്നിൽ വയ്ക്കുന്നു. എന്നിട്ട് അവർ തന്നെ ഇവരോട് പറയുന്നു വാരിയിടാൻ പറയുന്നു. എന്നിട്ട് ഇവരെല്ലാം വാരിയിടുന്നു, പിന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, അഭിവാദ്യം അർപ്പിക്കുന്നു. അതിനുശേഷം ഈ ഗോവിന്ദന്റെ ഭാര്യ രമണി നേരത്തെ കോടിയേരിയുടെ കാര്യം പറഞ്ഞ് കരഞ്ഞ ഒരു വീഡിയോ, അതെ, അത് ഈ ഇലക്ഷന് മുമ്പാണെന്ന് തോന്നുന്നു അല്ലേ, കരയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിരുന്നു. ഞാൻ ഇതിനെ കാണുന്ന ഒരു പൊളിറ്റിക്സ് എന്താന്ന് വെച്ചാൽ, ഈ കോടിയേരിയുടെ മരണത്തിന് ശേഷം കോടിയേരിയുടെ കുടുംബം പൂർണ്ണമായും ഔട്ടായി. അതെ, ബിനീഷ് കോടിയേരി ഇടയ്ക്കിടയ്ക്കിരുന്ന് കുറച്ച് ചൊറിയുന്നുണ്ട്. അത് പക്ഷേ ട്രോളാണ്. അത് ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാവും. അത് ഇവന്മാർക്കിട്ടുള്ള ചൊറിച്ചിലാണ്. അല്ല, ഈ ബിനീഷ് കോടിയേരിയും ബിനോയ് കോടിയേരിയും കോടിയേരിയുടെ വാസ്തവത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ സാധുവായ വളരെ നല്ല ആളുകളുമായി ബന്ധമുള്ള നല്ല നേതാവ്. പക്ഷെ അയാളുടെ ഭാവി നശിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഈ മക്കളാണ്. അതെ, ഇവന്മാര് രണ്ടുപേരും പേരുദോഷം കേൾപ്പിച്ചു. അവിടെ പോയി എന്താണ് ഇതര സംസ്ഥാനത്ത് ബീഹാറിൽ കുഞ്ഞുണ്ടാവുന്നു, ലഹരി കച്ചവടം നടത്തുന്നു. അപ്പൊ ഇങ്ങനെ ഇവര് രണ്ടുപേരും കോടിയേരിയുടെ മാനം കളഞ്ഞതുകൊണ്ട് ഈ കോടിയേരി ഒരു പരിധിക്കപ്പുറത്തേക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് കൃത്യസമയത്ത് ഉപയോഗിച്ചു. 2021 തെരഞ്ഞെടുപ്പ് സമയത്ത് കോടിയേരി മത്സരിക്കേണ്ട ആളായിരുന്നു. അത് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്യേണ്ടി വരുമായിരുന്നു. പിണറായി വിജയൻ ഒഴിയേണ്ടി വരുമായിരുന്നു. കാരണം കോടിയേരി വളരെ രോഗഗ്രസ്തനാണ്. ഇനി ഒരു അവസരമില്ല. രണ്ടാം തവണയാണ്. അപ്പൊ ഈ കോടിയേരി ബാലകൃഷ്ണൻ വരാതിരിക്കാൻ വേണ്ടി ബിനീഷ് കോടിയേരിയെ കുടുക്കിയതാണെന്ന് പറയുന്ന ഒരു കഥയും ഉണ്ട്. അതെന്തായാലും അറിയത്തില്ല. എന്തായാലും അവർ രണ്ടുപേരും, ഈ കേസ് നമുക്കറിയത്തില്ല അങ്ങനെ ആണെങ്കിൽ, പക്ഷെ എന്തായാലും അവർ രണ്ടുപേരും ഒരുപാട് പേരുദോഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഇതിനു ശേഷം അവരുടെ പിതാവിന് ശേഷം അവർ കംപ്ലീറ്റ്ലി ഔട്ടായി. ബിനീഷ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു റോളുമില്ല. അത് മാത്രമല്ല, ബിനീഷിന്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഷോൺ ജോർജ് ആണ്. അതൊക്കെ വളരെ വിചിത്രം. ഷോണാണ് പിണറായി വിജയന്റെ മകൾക്കെതിരെ പൊളിറ്റിക്സ് പിടികിട്ടാൻ പറ്റും. അതിനകത്തെ അവര് രണ്ടുപേരും കൂടെ വരുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അത് നമുക്ക് മറ്റൊരു തലത്തിലേക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം വിനോദിനി കോടിയേരി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കാരണം ഇപ്പോഴത്തെ ഒരു അനുകൂല സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്, പണ്ടെന്ന് പറഞ്ഞാൽ CPM-ന്റെ അകത്ത് വിമർശനത്തിന് പോയ തല ഉയ്യുമായിരുന്നു. ഇപ്പോഴത്തെ ഇപ്പം നടക്കത്തില്ല. കാരണം അത് വളരെ സൂക്ഷിച്ച് അവർ കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ പാർട്ടിക്കുള്ളിലുണ്ടാവുന്ന ഈ വിമത ശബ്ദം ഇങ്ങനെ വരുന്നത് കൊണ്ട് ആ ഒരു സാഹചര്യം മുതലെടുത്ത് UDF അനുകൂലമായി ഒരു നിന്ന് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടി ആവാം വിനോദിനിയുടെ അഭിപ്രായം. എൻ്റെ ഒരു ചിന്ത എന്താണെന്നറിയോ, ഇപ്പൊ ഈ വിമതരായിട്ട് ജയിച്ചവരെ എല്ലാം ഉണ്ട്. അവർക്കൊപ്പം തന്നെ CPI ഉണ്ട് UDF. അതായത് ഇടതുപക്ഷ ചിന്താധാരയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ ചേർന്ന് ഒരു പുതിയ കക്ഷി ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. ഇതിപ്പോൾ ഒരു സീറ്റ് RSP സ്വതന്ത്രനായിട്ടല്ലേ മത്സരിച്ചിരിക്കുന്നത്, ഈ കുഞ്ഞികൃഷ്ണൻ. RSPയുടെ സീറ്റ് അവർക്ക് കൊടുത്തു, സ്വതന്ത്രനായിട്ട് മത്സരിപ്പിക്കുന്നു. അങ്ങനെയാണ് കുഞ്ഞികൃഷ്ണനുണ്ട്, ഗോവിന്ദനുണ്ട്, സുധാകരനുണ്ട്, CP ജോണുണ്ട്, രമയുണ്ട്. അങ്ങനെ ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാ. ഇവർക്കെല്ലാം ചേർന്ന് ഒരു പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയാൽ അവർക്ക് നന്നായിട്ട് ചോദിക്കാൻ പറ്റും. വിജയ് അല്ല, ഈ RSP എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ. അതെ, അല്ലാതെ RSPയുടെ ലെവലിലോട്ട് കയറിയാലും മതി ഇവര്. അല്ല, അത് വേണ്ട. പുതിയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി RMPയോ അല്ലെങ്കിൽ CMPയോ അങ്ങനെ ഒരു പാർട്ടിക്ക് കൊടുത്ത് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതിനൊരു ഗുണമുണ്ട്. ഈ പറയുന്ന മട്ടന്നൂരും ധർമ്മടവും CPM-ന്റെ കോട്ടകൾ എവിടെയുണ്ടോ അവിടെ ഒക്കെ ഇവർക്ക് സീറ്റ് കൊടുക്കണം അടുത്ത പ്രാവശ്യം. ഇത് കൂടാതെ ഈ സിറ്റിംഗ് സീറ്റ് കൂടാതെ കണ്ണൂര് നേരത്തെ അങ്ങ് നിർത്തുക. അതായത് മട്ടന്നൂര്, കല്യാശ്ശേരി, ധർമ്മടം, അവിടെ ഈ തലശ്ശേരി, ഇവിടെയൊക്കെ ഇവരുടെ പാർട്ടിയിലെ സീറ്റ് കൊടുക്കുക. CPM-ന്റെ അടപെടൽ അവരുടെ ഇടപെടൽ. അതല്ല, ഇപ്പൊ തന്നെ കണ്ടില്ലേ MV ഗോവിന്ദന്റെ മണ്ഡലത്തിൽ MV ഗോവിന്ദന്റെ വീടിനടുത്ത് അയാൾക്കെതിരെ ഫ്ലക്സ് പൊങ്ങിയത്. ഫ്ലക്സ് പൊങ്ങിയതിനകത്ത് എന്താ, MV ഗോവിന്ദന്റെയും പിണറായി വിജയന്റെയും പടത്താൽ ഇങ്ങനെ വെട്ടിട്ടിട്ട് പറയുന്നത്, പിന്നെ നേതാക്കളല്ല പാർട്ടിയാണ് വലുത്. അപ്പൊ ഒന്നീ ജയരാജനെയോ അല്ലെങ്കിൽ ഈ
സ്വരാജിനെയോ പാർട്ടി സെക്രട്ടറി ആക്കണമെന്നോ? എന്നെ ഇന്ന് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികൻ എന്ന് വെച്ചാൽ ഈ നേതാക്കളെ ഒക്കെ പരിചയമുള്ള കമ്മ്യൂണിസ്റ്റ് സഹയാത്രികൻ വിളിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇയാൾ വളരെ പ്രധാനപ്പെട്ട ആളാണ്. എന്നെ എപ്പോഴും വിളിച്ച് ഈ പിണറായിയെ നിങ്ങളിങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയല്ല, പിണറായി മഹാനാണെന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചിരുന്ന ആളാണ്. എന്നെ ഇന്ന് വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ എല്ലാം സത്യമാണെന്ന് എനിക്കറിയാം, പക്ഷെ പറയാൻ ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു. അതാണ് എല്ലായിടത്തും സംഭവിച്ചിരിക്കുന്നത്. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറാൻ പറ്റത്തില്ല. അവിടെ ഇരിക്കുന്ന അന്ന് ഈ രാകേഷ് ഉണ്ടല്ലോ, രാകേഷിന്റെ അഹങ്കാരം, അതുപോലെ ഒരു ഗോപനം കാണുന്ന ഒരാൾ ഇരിപ്പുണ്ട്. അവരൊക്കെ ഓർക്കണം ഇവരൊക്കെ പുള്ളിക്ക് ദീർഘകാലമായി ബന്ധമുള്ളവരാണ്. പക്ഷെ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് കഴിയുമ്പോഴത്തേക്കും സംഭവം മാറിയെന്ന് പറഞ്ഞു. ഈവൻ ഈ മുഖ്യമന്ത്രി ഇദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് നിരന്തരം വിളിച്ചുകൊണ്ടിരുന്ന ആളാന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ വിളിക്കത്തില്ല, കണ്ട പരിചയമില്ലാത്ത ആൾ പോലും. അത്ര ധാർഷ്ട്യത്തിലേക്ക് ഒരു മാറി. അപ്പൊ എന്തായാലും ഒരു മാറ്റം വരട്ടെ. CPM-ന്റെ അകത്തൊരു കൊടുങ്കാറ്റ് ഉണ്ടാവട്ടെ. ഉണ്ട്. അത് നമ്മളാ അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കി അറിയാം. ഈ TI മധുസൂദനൻ എന്ന് പറയുന്ന ആള് 48,000 വോട്ടിന് ജയിച്ച സ്ഥലത്താണ് ഇത്തവണ ഇപ്പൊ ഈ പറയുന്ന ഇദ്ദേഹം ജയിച്ചു കയറിയത്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് നമ്മുടെ വിഷയം BJP ആണ്. അധികം ഇതിൽ ചർച്ച ചെയ്യണ്ട. കേരളത്തിലെ BJP-യും ബംഗാളിലെ കേരളത്തിലെ BJP നമുക്ക് ചെറുതായിട്ട് പറഞ്ഞ് ബംഗാളിലേക്ക് പോകും. അതെ, കേരളത്തിലെ BJP നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഏതാണ് ചർച്ച ചെയ്ത് പോയതാണ്. BJP-യുടെ കേരളത്തിൽ മൊത്തം നോക്കുമ്പോൾ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു. അത് സത്യമാണോ? 14 പോയിന്റ് സംതിങ് ഉണ്ട് NDA-ക്ക്. NDA ഉണ്ടായിരുന്നത് ഇത്തവണ തീർത്തും 11. അങ്ങനെയല്ല, അത് BJP-ക്ക് ഇൻഡിവിജ്വലി നോക്കുമ്പോഴാണ് 11 NDA-ക്ക് 14. ഈ എങ്ങനെ വന്നത്? തൃപ്പൂണിത്തുറ അടക്കം ഏറ്റുമാനടക്കം BJP-ക്ക് വോട്ട് കിട്ടാൻ സാധ്യതയുള്ള പല സീറ്റുകളും ഘടകകക്ഷിക്ക് കൊടുത്തുപോയി. അല്ല, അവിടെ എല്ലാം കുറഞ്ഞു, കുത്തനെ കുറഞ്ഞു. ഇപ്പൊ നമുക്കറിയാം റാന്നി, കോന്നി എല്ലാം കുറഞ്ഞില്ല. ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് ഈ വോട്ടിംഗ് ശതമാനം BJP-ക്ക് കുറഞ്ഞത്. അതെ, പക്ഷെ NDA-യുടെ വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായി കുറവില്ല. 14 പോയിന്റ് സംതിങ്. 16 അല്ലായിരുന്നു, 16ഓളം. കഴിഞ്ഞ പ്രാവശ്യം 12. പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അത്ര ഉണ്ടായിരുന്നില്ല, അതിനേക്കാൾ കൂടിയിട്ടേ ഉള്ളൂ. അതിനി ഇപ്പൊ ഇവര് പറഞ്ഞു വരുന്നൊരു തിയറി ഉണ്ടല്ലോ കേരളത്തിലെ, ഈ BJP ജയിച്ചത് ഇന്നിപ്പം നികേഷ് കുമാർ 3 സീറ്റുകൾ BJP ജയിച്ചത്. നികേഷ് കുമാറിന് ഈ മണ്ടത്തരം വിളമ്പ യാതൊരു മടി. അങ്ങനെയാണ് ഈ പരുവത്തിലാക്കിയത്. അതാണ് ഇയാൾ പറയുന്ന ഈ മണ്ടത്തരത്തിന് വേണ്ടി നാട്ടുകാരായിട്ടുള്ള അല്പമെങ്കിലും ബോധമുള്ള ആൾക്കാർ വന്ന് കമന്റ് ഇടുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് എങ്ങനെ ഇത് ശരിയാവുന്നത്? ഇതെന്താണ് ശരിക്കും സംഭവിച്ചത്? ഈ പിണറായി വിജയനുള്ള കലിപ്പ് കാരണം ഏതെങ്കിലും ഒരു മുന്നണി, അപ്പൊ അവര് നോക്കുമ്പോൾ നല്ല 3-4 സ്ഥാനാർത്ഥികളുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഉണ്ട്, ഈ പറയുന്ന ഗോപകുമാർ ഉണ്ട്, അതുപോലെ ഈ വി മുരളീധരനുണ്ട്. അവര് ബദലായിട്ടൊരു സ്ഥാനാർത്ഥിയെ കണ്ടു, ജനം അവർക്ക് വോട്ട് ചെയ്തു. അത്രയും മാത്രമല്ല ഇവര് പറയുന്നതിനകത്ത് ഈ ചാത്തന്നൂരും പിന്നെ ജയിച്ചത് എവിടെ? കഴക്കൂട്ടം. ഈ രണ്ടിടത്തും കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടാണ്. ഈ നേമത്ത് മാത്രമാണ് വോട്ട് കുറഞ്ഞത്. നേമത്തെ കുറഞ്ഞിട്ടുള്ളൂ. 36,000 വോട്ടായിരുന്നു വി മുരളീധരൻ. അത് 29ലേക്ക്. അത് അറിയാൻ കാരണം സ്ഥാനാർത്ഥി മുരളീധരനായിരുന്നു മറ്റേത്. അതെ, അത്രേ ഉള്ളൂ. അതേസമയം കഴക്കൂട്ടത്തും കോൺഗ്രസിന് സീറ്റ് വോട്ട് കൂട്ടി, ചാത്തന്നൂർ കൂട്ടി. ചാത്തന്നൂരാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വോട്ട് കൂടിയിരിക്കുന്നത്. 17,000 വോട്ട് കൂടി. അല്ല, CPM-ന്റെ 17,000 വോട്ട് കഴക്കൂട്ടത്ത് പോയി. അതെ അതെ. ഞാൻ പറഞ്ഞേ, ഇത് ചെയ്തിട്ട് ഇവർ ഈ ക്യാപ്സൂൾ വിതരണം ചെയ്ത് ജനങ്ങളെ പറയണ്ടേ? ഇപ്പൊ എന്താണെന്നറിയാമോ, ഞാനത് നേരത്തെ ഒന്ന് സംസാരിച്ചാണ്, ഞാനും രാജ്മോഹൻ ചാണ്ടിയും കൂടെ ഇരുന്ന സമയത്ത്. അതായത് 2016 O രാജഗോപാൽ ആദ്യമായിട്ട് ജയിക്കുമ്പോൾ UDF-ന്റെ ഭരണ തുടർച്ചയിൽ ഈ വന്നപ്പോഴാണ് ഈ O രാജഗോപാൽ ജയിക്കുന്നത്. എന്നാൽ 2021 ആ അക്കൗണ്ട് ഇവർ ക്ലോസ് ചെയ്തു. CPM ക്ലോസ് ചെയ്തു. അത് LDF തരംഗമായിരുന്നു. പക്ഷേ ഇപ്പൊ LDF ഭരിച്ച് ഇത്രയും കുളവാക്കിയപ്പോഴാണ് ഈ 3 അക്കൗണ്ട് ഇവിടെ തുറക്കുന്നത്. അപ്പൊ അതിന്റെ നാണക്കേട് വേറെ. എന്തായാലും BJP-യുടെ കേരളത്തിലെ സർജിക്കൽ സ്ട്രൈക്ക് സക്സസ്ഫുൾ ആയിരുന്നു എന്ന് പറയേണ്ടി വരും. അവര് ലക്ഷ്യമിട്ട് 2 സീറ്റായിരുന്നു. ബോണസാണ്. പാലക്കാടും മഞ്ചേശ്വരം ഉറപ്പില്ലായിരുന്നു. മഞ്ചേശ്വരം നോക്കൂ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് BJP സ്ഥാനാർത്ഥി നേടിയ സുരേന്ദ്രനാണ്. അതെ, 67,000 വോട്ട് പിടിച്ചു. എന്നിട്ട് 33,000 വോട്ട്. അതിന്റെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ LDF-ന് വോട്ടേ കിട്ടിയില്ല. LDF മൊത്തം അങ്ങോട്ട് മാറി. അതായത് അവിടെ പറ്റിയത് വളരെ കൃത്യമാണ്. ഹിന്ദു വോട്ടുകൾ 90-92% BJP കൊണ്ടുപോയി. ബാക്കി മുസ്ലിം വോട്ടായിരുന്നു. മുസ്ലിം വോട്ട് മുഴുവൻ അവരെ LDF-ന് പോവാതെ മൊത്തം അങ്ങോട്ട് പോയി. എന്താണെന്നറിയോ, അവിടെ രണ്ടിടത്തും ഒന്ന് ഭൂരിപക്ഷ ഏകീകരണവും ന്യൂനപക്ഷ ഏകീകരണവും. അതിനൊപ്പം BJP-ക്കാർ കുറെ പേര് തിരിച്ചു ചെയ്തിട്ടുണ്ടാവുമല്ലോ. K. സുരേന്ദ്രനോട് ഏറ്റിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഈ ഏകീകരണം വന്നപ്പം ന്യൂനപക്ഷ ഏകീകരണം വിജയിച്ചു. അവിടെയാണ് അത് വലിയ വിജയം. അപ്പം വലിയ പിന്നെ മാത്രമല്ല, ഇവർ ഈ കുറെ സംഖ്യകൾ പറയുന്നുണ്ട് ക്രിസ്ത്യാനി ഒഴിവാക്കണം. പക്ഷെ തലശ്ശേരി തിരുവല്ലയിൽ രണ്ടാമതെത്തി. അതെ അതെ അതെ, തിരുവല്ലയിൽ എത്തി. എങ്കിൽ പോലും FCRA ഒരു വിഷയമായിരുന്നു അവിടെയും പാലായിലും. പൂഞ്ഞാർ പിന്നെ നോക്കണ്ട, പൂഞ്ഞാർ പിന്നെ അദ്ദേഹം കിട്ടത്തില്ല. പാലായിലും തിരുവല്ലയിലും വന്നത് FCRA വിഷയം ശക്തമാണ്. കേരളത്തിൽ ഇനിയിപ്പോ നമ്മൾ ചുരുക്കി പറയാം, BJP-യെ 6 2ാം സ്ഥാനത്തുണ്ട്.
അല്ല 6 രണ്ടാമത്തെ പക്ഷെ തൃശ്ശൂർ ഒരിടത്തും ഇല്ല. തൃശ്ശൂർ വളരെ ദയനീയമായി പോയി. തൃശ്ശൂര് അത് വേണുഗോപാൽ എങ്ങനെയാണ് അതാണ് ഈ സുരേഷ് ഗോപിയുടെ ഒരു തുടർച്ച അവിടെ വരാൻ ഇവർ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അവിടെ അതിന് തക്ക സ്ഥാനാർത്ഥികളെ പത്മജ കഴിഞ്ഞ തവണ ഒന്ന് ആലോചിക്കുക. പത്മജയുടെ അവസ്ഥ കഴിഞ്ഞ തവണ അവര് 2000 വോട്ട് താഴെ തോറ്റുപോയതാ UDF സ്ഥാനാർത്ഥിയായിട്ട്. അല്ല, അതിനുശേഷം വർക്ക് ഉണ്ടായി കാണത്തില്ല, അതാണ് പ്രശ്നം. ഇപ്പം സുരേഷ് ഗോപിക്ക് നടന്ന പോലെ ഒരു ഹോം വർക്കും കണ്ടിന്യൂസ് ഒരു വർക്കും അവിടെ എത്രയോ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് വന്നാണ് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ്. അതാണ് അത്. പക്ഷേ അതിന് തക്കതായിട്ടുള്ള സ്ഥാനാർത്ഥികളെ എന്താ ഇവർ മത്സരിപ്പിക്കും. അതേസമയം അവര് CC മുകുന്ദൻ മത്സരിച്ച നാട്ടികയിൽ ഒരുപാട് വോട്ട് പിടിച്ചു. CC മുകുന്ദൻ നല്ലപോലെ വോട്ട് പിടിച്ചു. എന്നാൽ ആ CC മുകുന്ദൻ കോൺഗ്രസിൽ നിന്നിരുന്നെങ്കിലോ ഒരു സീറ്റ് കൂടെ കോൺഗ്രസിലായിരുന്നു. അത് എന്നാ പറ്റിയെന്നുള്ള എനിക്ക് അവിടെ അവർക്ക് നാട്ടികയിൽ എന്ത് പറ്റി? അവിടെ എനിക്കൊന്ന് ഏതോ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. CC മുകുന്ദൻ മറ്റേ മുതലാളിക്കെതിരാ. അതിന്റെ അപ്പൊ പിന്നെ പേര് പറയാം, മുതലാളിയുടെ പേര് നമുക്ക് പറയാം. ആ മുതലാളിക്ക് എതിരാണ് CC മുകുന്ദൻ. അതുകൊണ്ടാണ്. അല്ലെ CC മുകുന്ദനെ ഉറപ്പിച്ചതാ, മുതലാളിയാണ് കട്ടിയത്. മുതലാളിയാണ് മറ്റേ മുതലാളിയുടെ കയ്യേറ്റത്തിനെതിരെ പ്രതികരിച്ച ആളാണ് CC. അപ്പൊ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സീറ്റ് കൂടെ കിട്ടേണ്ടതാണ്. CC മുകുന്ദന്റെ സീറ്റ് കൂടെ അവർക്ക് കിട്ടേണ്ടതാണ്. കോൺഗ്രസ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാമായിരുന്നു. ഒരു സീറ്റ് കൂടെ കിട്ടിപ്പോയി. പക്ഷെ അവര് നോക്കുമ്പോൾ ഇപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ. 102 സീറ്റ് കിട്ടിയില്ലേ. ഇതിനിടയ്ക്ക് ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിലും മുതലാളി പണങ്ങത്തില്ല. അപ്പൊ അത് കഴിയട്ടെ. അപ്പം നമുക്ക് എന്തായാലും ഒരു കാര്യം പറയാം, കേരളത്തിൽ BJPക്ക് ഇപ്പോൾ സുവർണാവസരമാണ്. കാരണം 3 സീറ്റ് കിട്ടിയിരിക്കുന്നു. 6 രണ്ടാമതുണ്ട്. നിരവധി ഇടങ്ങളിൽ ഈ രണ്ടാമതേ മാറൂ. കൊല്ലവും തിരുവനന്തപുരവും കാസർഗോഡും തൃശ്ശൂരും അടക്കം നിരവധി ഇടങ്ങളിൽ വേണ്ട പോലെ, കോട്ടയം അടക്കം നിരവധി ജില്ലകളിൽ വേണ്ടതുപോലെ പരിശ്രമിച്ചാൽ അവർക്കത് 1ാം സ്ഥാനത്താക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ യുവരാജ് ഗോയലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, സമയം കുറച്ച് സമയം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇതിൽ കൂടുതൽ. അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ടത് CPIനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് BJP കഴിഞ്ഞ 5 വർഷം, അതായത് കഴിഞ്ഞ CPIM എന്ന രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞ 10 വർഷം കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾ, കരിവന്നൂരാണെങ്കിലും ശബരിമലയാണെങ്കിലും സ്വർണ്ണക്കടത്താണെങ്കിലും എല്ലാം ഉണ്ട്, ലൈഫ് മിഷൻ ഇതിനെല്ലാം അവര് ഒരു അന്വേഷണം നടത്തി, പ്രതിപക്ഷത്തെ എതിർത്തോട്ടെ, അല്ലെ ഭരണപക്ഷത്തെ എതിർത്തോട്ടെ, അന്വേഷണം നടത്തി ഇവരെ കൊടുക്കുവാണെങ്കിൽ അടുത്ത തവണ അത് വലിയ അതിശയം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള കാര്യം തീർച്ചയായും. എന്തായാലും BJPയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഗുണപ്രദമായി എന്ന് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. ഓപ്പറേഷൻ സിന്ദൂർ പോലെ തന്നെയായിരുന്നു. വരട്ടി CPM. മാത്രമല്ല, ഇനിയിപ്പോ ഒരു വഴി തുറന്നു കിടക്കുകയാണ്. CPM ഇനിയിപ്പം ഈ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഒരുപാട് കൊള്ളരുതായ്മ കാണിക്കും. അതുകൂടെ വരുമ്പോഴത്തേക്ക് ഇപ്പൊ വെറുത്തതിന്റെ ഇരട്ടിയായിട്ട് ഈ CPMനെ ജനം വെറുക്കും. അവരൊരു ബദല് തേടും. ആ ബദല് തേടുന്നത് BJP അത്യാവശ്യം ന്യായമായിട്ട് നല്ല 3 പേരാണ് ജയിച്ചിരിക്കുന്നത്. ഇപ്പൊ V മുരളീധരനെ പോലെ ഒരാൾ നിയമസഭയെ വരുമ്പോഴത്തേക്ക് ആ BJPയുടെ അവിടുത്തെ ആ ഒരു O രാജഗോപാൽ ഇരുന്ന പോലെ അല്ല, കുറച്ചുകൂടെ ഭംഗിയാണ്. രാജഗോപാൽ ശ്രീരാമകൃഷ്ണൻ എന്ന് പേര് കണ്ടുകൊണ്ട് വോട്ട് ചെയ്ത ആളാണ്. അതെ, അതറിയത്തില്ലേ? സ്പീക്കർ തെരഞ്ഞെടുപ്പ് പുള്ളി പറഞ്ഞു അത് ശ്രീരാമകൃഷ്ണനല്ല, ഇരിക്കട്ടെ പുള്ളി കോട്ടയതാ. ഈ V മുരളീധരൻ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ അവതരിക്കും. അദ്ദേഹമായിരിക്കും പാർലമെന്ററി പാർട്ടി നേതാവായിട്ട് വരിക. BJPയുടെ ആയിരിക്കത്തില്ലായിരിക്കുമല്ലോ, BJP പ്രസിഡന്റ് അല്ലേ? അല്ല, ഇദ്ദേഹമായിരിക്കും വരിക. പറയാൻ പറ്റില്ല, ഇദ്ദേഹമാണല്ലോ സീനിയോറിറ്റി ഉള്ള. പറയാൻ പറ്റുമോ? കാരണം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനം ഒഴിവാക്കേണ്ടി വരത്തില്ല. അല്ലെങ്കിൽ പക്ഷെ സംസാരിക്കാൻ അറിയാവുന്ന ആൾ വരണം. രാജീവ് ചന്ദ്രശേഖരൻ മലയാളം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ നല്ല ഫീഡ്ബാക്ക് കിട്ടി അവതരിപ്പിക്കാൻ. ഇംഗ്ലീഷ് പറയാലോ, മലയാളം പറഞ്ഞില്ലല്ലോ. അതെ ചേട്ടാ, ഇവിടെ റഹീമെ അവിടെ പോയി ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്ത ഭാഷ, അറിയാൻ പറ്റാത്ത ഭാഷ പറയുന്നത്. അപ്പൊ ഇത് V മുരളീധരനായിരിക്കും ഇതിനകത്ത്. എനിക്കറിയത്തില്ല ആരാണെങ്കിലും അവർ 3 മിടുക്കന്മാരാണ്. 3 പേരും മിടുക്കന്മാർ. ആ 3 മിടുക്കന്മാരും ഇവിടെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും. അത് വേറൊരു കാര്യം കൂടെ നമ്മൾ ഉദാഹരണം പറഞ്ഞിട്ട് CR മഹേഷിന്റെ കഥയൊക്കെയാണ്. ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. അങ്ങനെ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചവരാണ് 3 പേരും. ഈ 3 പേരും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതലേ ഇവിടെ കുറ്റിയടിച്ച് ഇവിടെ പണി തുടങ്ങിയത്. അദ്ദേഹം പിന്നീടാണ് ലോക്സഭ അദ്ദേഹത്തിന് അതിന് പോരാ. നിയമം എന്ന് പറയുന്ന ഒരു BJP മണ്ഡലമാണല്ലോ. അത് മറ്റേത് രണ്ടും അങ്ങനെ. അതുപോലെ പ്രവർത്തിച്ച ആളാണ് അനൂപ് ആന്റണി. അനൂപ് ആന്റണിക്ക് പക്ഷേ അത് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. പക്ഷെ അടുത്ത തവണ പറ്റും. ആ മണ്ഡലം തിരുവല്ല പിടിക്കും. അദ്ദേഹം തന്നെ അവിടെ നിന്നാൽ അനൂപ് ആന്റണി അനുവദിക്കും. കഴിഞ്ഞ നേരത്തെ അവിടെ നിന്നാണല്ലോ. കാരണം ഇവരുടെയൊക്കെ ഗ്രൂപ്പിസവും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നേതാവ് മാറുമ്പോൾ അതാണ്. അപ്പൊ കഴിഞ്ഞ തവണ ഇയാൾ കഷ്ടപ്പെട്ട് ഇതുപോലെ 2021 അനൂപ് ആന്റണിക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ അനൂപ് ആന്റണി അവിടെ ജയിച്ചത്. അതാണ് BJP കാണിച്ച മണ്ടത്തരം. അന്ന് K സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾക്ക് താല്പര്യക്കുറവുകൊണ്ടാണ് ഇയാളെ മാറ്റിയത്. എന്തായാലും BJPയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഫലപ്രദമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്നാൽ ബംഗാളിൽ BJP നടത്തിയ ഒരു അണ്വായുധ യുദ്ധമാണ്. അത് ശരിക്കും നല്ല കാച്ചി. അണ്വായുധം വിട്ടു. ആറ്റം ബോംബ് ഇട്ട് നടത്തിയിരുന്ന പരിപാടി എന്ന് പറഞ്ഞ ഒരു ഭീകരമായ ആക്രമണം. കാരണം ഒരു എക്സിറ്റ് പോളിലും ഇവർ 200 കടക്കുന്ന കരുതിയില്ല. ജയിക്കും പറഞ്ഞ എക്സിറ്റ് പോൾ ഉണ്ടെങ്കിലും ഭൂരിപക്ഷ എക്സിറ്റ് പോളും
മമതയ്ക്ക് തന്നെയാണ്. മമതയ്ക്ക് തന്നെയായിരുന്നു. ബംഗാളിൽ ഇപ്പോൾ SIR നടപ്പാക്കി ആ. 90 ലക്ഷം വോട്ടർമാരെയാണ് വെട്ടിയത്. അപ്പോൾ ഈ 90 ലക്ഷം വോട്ടർമാർ വെട്ടിയതിൽ 25 ലക്ഷം പേര് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവരാ. കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത് അവർ കോടതിയെ സമീപിക്കുന്നു. പക്ഷേ കോടതിയിൽ ഈ സംഭവം ചർച്ചയ്ക്ക് വരുന്നില്ലല്ലോ. അപ്പോൾ ഈ ബാക്കി 65 ലക്ഷം പേര് മരിച്ചു പോയവരും മറ്റേ അപ്പുറത്ത് ബംഗ്ലാദേശിൽ നിന്ന് വന്നവരും അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ ഈ 25 ലക്ഷം പേരുടെ വോട്ട് നിർണായകമായിരുന്നു. പക്ഷെ ആ വോട്ട് അവരെ വീണ്ടും വോട്ടിങ്ങിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാതെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതോടുകൂടി എന്ത് സംഭവിക്കുന്നു? മാത്രമല്ല ഇവർ പിന്നെ വ്യക്തമായിട്ടുള്ള ഒരു ഇത് കൊണ്ടുവന്നു. ആ 2 സ്ത്രീകളെ അവർ മുൻനിർത്തിയത്. ഒന്ന് അവിടെ ബലാത്സംഗത്തിരയായ ഒരു യുവതിയും, ഒന്ന് ആ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗത്തിരയായ യുവതിയുടെ ഡോക്ടറുടെ അമ്മയും. അപ്പോൾ എന്നിട്ട് ഇവരുടെ ഈ തൃണമൂലിൻ്റെ അക്രമ രാഷ്ട്രീയം നല്ല വ്യക്തമായിട്ട് തുറന്നു കാണിച്ചു. ഇത്രയും കാര്യങ്ങൾ വന്നതോടെ ഇതിനുള്ള ഒരു അരങ്ങൊരുക്കി. പിന്നെ ബാക്കി നടത്തിയെടുക്കുക എന്നുള്ളതേ ഉള്ളായിരുന്നു. അത് കൃത്യമായിട്ട് അവർ നടപ്പിലാക്കി. ഇതിൻ്റെ അകത്ത് ഇവർ ചെയ്ത ഒരു കാര്യം, ഈ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചിരുന്നത് ഗുണ്ടാസംഘമായിരുന്നു. അതെ, നമ്മുടെ കണ്ണൂരിൽ പണ്ടങ്ങനായിരുന്നു. എനിക്ക് ഈ കാസർഗോഡ് ജില്ലയിലെ ബദിയുടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നപ്പോൾ മേടിച്ച ഈ ബദിയുടുക്ക എന്ന സ്ഥലത്ത് ഒരു എസ്റ്റേറ്റാണ്. നമ്മുടെ കോടോത്ത് ഗോവിന്ദൻ നായരുടെ പഴയ രാജ്യസഭ കരുണാകരന്റെ കാലത്തെ കരുണാകരന്റെ വലങ്കൈ അയാളുടെ വീടും സ്ഥലവും എല്ലാം കൊണ്ടാണ് ഞാൻ കുറച്ചു കാലം കൈവശം. അത് കഴിഞ്ഞ് പിന്നെ വിറ്റടിക്ക്. ഈ സമയത്ത് നമ്മൾ അവിടെ ഉള്ള സഹവർത്തിത്വം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പം ഈ CPM-കാര് ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ അവർക്ക് കള്ളവോട്ടിന്റെ കഥ മുഴുവൻ പറഞ്ഞു തരും. നമുക്ക് പറയും. കാരണം ഇവർക്കൊന്നും ഇവരുടെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ എതിരാളികൾക്ക് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തലേദിവസം വരുമല്ലോ ഈ ഭരണാധികാരി എന്തോ ഈ നടത്തിപ്പുകാരെ ഇവരെ ഭയപ്പെടുത്തും. റിട്ടേണിംഗ് ഓഫീസർ ഭയപ്പെടുത്തും. ഞങ്ങൾ പറഞ്ഞ പോലെ ചെയ്താൽ കൊള്ളാം. അപ്പൊ ആദ്യം ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കും. ഇവരുടെ ഭാര്യ ആരാണ്, അമ്മ ആരാണ്, പിള്ളേരെവിടാണ് എന്നൊക്കെ ഇവരോട് പറഞ്ഞു. നിങ്ങളുടെ ഭാര്യ ഇവിടെ നമുക്കറിയാം, മക്കൾ ഇവിടാന്നറിയാം, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ പോലെ ചെയ്താൽ മതി എന്ന് പറയും. എന്നിട്ട് ഇവിടേക്ക് കയറാൻ സമ്മതിക്കത്തില്ല. ആര് എതിരാളികളുടെ ബൂത്ത് ഏജന്റിനെ പോലും ഓടിക്കും. എന്നിട്ട് ഇവരൊരു 80% ഈ വോട്ടങ്ങ് ചെയ്യും. മരിച്ചുപോയവരുടെ എല്ലാം കൂടെ കൊടുക്കുക. വളരെ കുറച്ച് പേര് വരുവുള്ളൂ. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുമാർ. അതായത് ഇങ്ങനെയാണ് പാർട്ടി ഗ്രാമങ്ങളിൽ അവർ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പണ്ട് UP-യിലും ഒക്കെ അങ്ങനെ നടന്നായിരുന്നു. ഇത് പതിയെ കുറഞ്ഞു വന്നു. ഈ മറ്റേ വോട്ടിംഗ് മെഷീൻ ആയതോടുകൂടി അത് കുറഞ്ഞു വന്നു. എന്നാൽ പോലും വോട്ടിംഗ് മെഷീനിലൊക്കെ പലരും എത്തുന്നതിന് മുമ്പ് വോട്ടിംഗ് കഴിയുമായിരുന്നു. പലരെയും ഭയപ്പെടുത്തി എത്തിക്കാതിരുന്നിട്ട് വോട്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഒരാൾക്ക് ഇപ്പൊ എന്റെ പേരിലുള്ള വോട്ട് ഇവിടെ ചെരിക്കുന്ന ഇവന്മാർ ഏജന്റിനെ അവിടെ ഇരുത്തുന്നില്ല, ഇവരുടെ ഏജന്റാണ് ഞാനാന്ന് പറഞ്ഞ് വെരിഫൈ ചെയ്ത് വിട്ടാൽ പോരെ. അത്രേ ഉള്ളൂ. ഞെക്കിയാ പോരെ. മറ്റേ ഇവന്മാരെ സംവിധാനം ചെയ്തോണ്ട്. അപ്പൊ ഇത്തരത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു CPM ആണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം എന്നെ ഇതിന്റെ ഒരു ഭീകരാവസ്ഥയായിരുന്നു ബംഗാളിൽ. അതായത് ബൂത്ത് പിടുത്തവാ, നേരെ ചെല്ലുക, പിടിക്കുക, ഇതങ്ങ് ഇടുക എന്നുള്ളത്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇത് പിടിച്ചെടുത്തത് അവരുടെ CPM-ന്റെ ഗുണ്ടകളെ മൊത്തം TMC-യിലേക്ക് ആക്കിയതാണ്. അപ്പൊ ഇവരെന്താ ചെയ്തത്? ചിലപ്പോൾ ഇഷ്ടംപോലെ ഈ സുവേന്ദു അധികാരിയെ പോലും തല്ലുവായിരുന്നു. അപ്പൊ ഇവർ ചെയ്തെന്താന്ന് വെച്ചാൽ ആദ്യം തന്നെ കേന്ദ്രസേനയെ 2.5 ലക്ഷം പേര് ഇറക്കി. അതിനു മുമ്പ് വേറൊരു കാര്യം ചെയ്തു, അധികാരം ചർച്ച ചെയ്തിട്ടില്ല. നമ്മുടെയൊക്കെ സുഹൃത്താണ് ആനന്ദ് ബോസിനെ മാറ്റി. എന്തിനാണ് ആനന്ദ് ബോസിനെ മാറ്റിയത്? കാരണം ആനന്ദ് ബോസിനെ മാറ്റാൻ കാര്യം വെച്ചാൽ ആനന്ദ് ബോസ് വളരെ ജസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഓഫീസറാണ്. അയാള് സിവിൽ സർവീസിൽ ഉണ്ടായിരുന്ന ആളാണ്. നേരെ പോയത് ഇവർക്ക് ഭയങ്കര തീവ്രമായിട്ട് അറ്റാക്ക് ചെയ്യണമായിരുന്നു. അതിനാണ് രവിയെ കൊണ്ടുവന്നത്. രവി ഭയങ്കര പുള്ളി. രവി എന്ത് ചെയ്യുന്ന രവി അതേ പിണറായി വിജയനെയൊക്കെ ഓടിച്ചതാ. ഈ കണ്ണൂർ ASP ആയിരിക്കും. അല്ല, അത് മറ്റേ പുള്ളിയാണ്. ആരാന്നറിയോ? ASP ആയിരിക്കും പൊളിച്ചു. നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കക്ഷി അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും വലിയ അജിത് ഡോവൽ ഇങ്ങേരുണ്ടായിരുന്നു. ഈ RN രവിയും അവിടെ ASP ആയിരുന്ന ആളാണ്. യുവമാരെ ഒന്നും പരിപാടി അവിടെ നടത്താതെ വിട്ട ഒരാളാണ്. അപ്പൊ അങ്ങനെ ഇവര് RN രവി അവിടെ കൊണ്ടുവച്ച് ഈ സാധനം കൊണ്ട് പിടിച്ചു. 2.5 ലക്ഷം പട്ടാളക്കാരെ ഇറക്കി. എന്നിട്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ ഇവന്മാരെ അടിച്ചോടിക്കും. അല്ല, സെക്രട്ടേറിയറ്റിന് കാവലിട്ടു. അല്ല, ഈ ഗുണ്ടകളെ അടിച്ചോടിച്ചിട്ട് ഇവന്മാരെ പിടിച്ച് ഇതിന്റെ വീഡിയോ എടുക്കും. എന്നിട്ട് ഇത് സോഷ്യൽ മീഡിയ ഇടും. ഇതുകൊണ്ട് എല്ലാവർക്കും പേടിയാവും. ഗുണ്ടകളെ അടിച്ചോടിച്ചു. സുപ്രീം കോടതി വരെ പോയി നോക്കി, നടന്നില്ല. അങ്ങനെ കള്ളവോട്ടിന്റെ കംപ്ലീറ്റ് സംവിധാനം തകർത്തു. അങ്ങനെ ഇവർ ഈ വോട്ടിംഗ് ശരിയാക്കിയെടുത്തു എന്ന് പറയുമ്പോഴും ഇതിനു മുമ്പ് ഒരു വർക്ക് നടന്നത് നമ്മൾ അധികം ശ്രദ്ധിക്കാത്തത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 2019 ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ BJP അവിടെ, കാരണം അവിടെ ഹിന്ദുക്കളാണ്, പക്ഷേ ബംഗാൾ ദേശീയതയാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഉദാഹരണത്തിന് ദുർഗയാണ് അവരുടെ, കാളിയാണ് അവരുടെ പ്രധാനപ്പെട്ട. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർക്ക് വേണ്ട തരത്തിൽ അവർ പൊളിറ്റിക്കൽ നീക്കം നടത്തി
ഞെട്ടിച്ചുകൊണ്ട് 2018 അവർ 18 സീറ്റ് പിടിച്ചു ലോക്സഭയിൽ. BJP. ഇത് BJP പോലും ഞെട്ടിച്ചിരുന്നു. അത് ശരി. അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ ഇവര് 2021 ഭരണം പിടിക്കാമെന്ന് ഓർത്തുകൊണ്ട് അവർ നീക്കം നടത്തിയെങ്കിലും ഈ എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ച് ഇവരെ നേരിട്ട് 2021 ഇവർക്ക് BJPക്ക് 77 സീറ്റേ കിട്ടിയുള്ളൂ. അത്രേ ഉള്ളൂ. ഇവർക്ക് കിട്ടിയത് 212 സീറ്റാണ് മമതയ്ക്ക് കിട്ടിയത്. അതായത് 138 സീറ്റിന്റെ വ്യത്യാസം. ഓ, പക്ഷെ വോട്ടിന്റെ വ്യത്യാസം എത്ര? 10%. അത്രേ ഉള്ളൂ. 48% മമതയ്ക്ക്, 38% BJPക്ക്. 10% വോട്ടിന്റെ വ്യത്യാസത്തിൽ 138 വോട്ടുകൾ സീറ്റ് അങ്ങ് പോയി. ഇതോടെ അമിത്ഷായ്ക്ക് കാര്യം പിടികിട്ടി. അമിത്ഷാ നേരെ അവിടെ എത്തുന്നു. അവിടെ എത്തിയിട്ട് അതിൻ്റെ ഇടയ്ക്കാണ് സുവേന്ദു അധികാരിയെ കൊണ്ടുവരുന്നത്. എന്നിട്ട് ചെയ്തതെന്താന്ന് വെച്ചാൽ ഈ 138 സീറ്റ് പോയതിന്റെ കണക്കെടുത്ത് കഴിഞ്ഞപ്പം ഭൂരിപക്ഷം സീറ്റ് 3000 വോട്ട് താഴെയാണ് പോയിരിക്കുന്നത്. പിടിക്കാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് പുള്ളിയുടെ ഒരു ബെൻസിൽ എന്ന് കണ്ടത് പുള്ളിയുടെ സുഹൃത്തുണ്ട്, അമിത്ഷായുടെ ഒരു വിശ്വസ്തനുണ്ട്, ഒരു സുനിൽ ബെൻസിലാൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇയാളെ ഒരു ടീമിനെ നമ്മുടെ അമേരിക്കയിൽ നിന്ന് ട്രംപ് സ്റ്റീവ് വിറ്റ്കോഫിനെയാണ് വിടുന്നത് ഈ പശ്ചിമേഷ്യൻ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ആദ്യം വിടുന്നത് സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറയും. സ്റ്റീവ് വിറ്റ്കോഫും അങ്ങനെ മരുമോനും ഉണ്ട്. ഈ മരുമോനും പിന്നെ ഒരു 3 പേരെയും കൂടെയാണ് ട്രംപ് വിടുന്നത്. ഇതുപോലെ ഈ സന്തോഷ് ബെൻസിലാലിനെയും ഒരു സംഘത്തെയും കൂടെ അങ്ങോട്ട് നീ തൽക്കാലം ഒരു 5 വർഷം അവിടെ താമസിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു സമാന്തര BJP പ്രസിഡന്റായിട്ട്, BJP പ്രസിഡന്റ് സംവിധാനമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തും പോയി ഓരോ ഘടകങ്ങൾ രൂപം കൊണ്ടു. ഒരു 60 പേർക്ക് ഒരു ലീഡറെ എടുത്തു. ഒരു ബൂത്തിന്റെ അങ്ങനെ പലയിടത്തും പ്രാദേശികമായ താല്പര്യമുള്ളവരും കൊണ്ടുവന്ന് നേതാക്കളെ ആക്കി. ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ടാണ് സ്ഥാനാർത്ഥി നടത്തുന്നത്. ആരാണോ ഏറ്റവും ജയിക്കാൻ സാധ്യതയുള്ള അവരെയാണ്. അല്ലാതെ വെട്ടുന്ന പരിപാടി ഇല്ല. സന്ദീപ് വാചസ്പതിയോ അനുപാലിനെ വെട്ടുന്ന പരിപാടി ഇല്ല. സീനിയോറിറ്റി ഒന്നുമില്ല. ആരെ നിർത്തിയാലാണ് ജയിക്കുന്നത് അവരെ സ്ഥാനാർത്ഥിയാക്കുന്നു. ഓരോ ഈ RSS മോഡലിൽ കേഡർമാർ ഇറക്കുന്നു. ഓരോ കേഡറിനോടും 60 പേരെ പുതുതായി ചേർക്കാൻ പറയുന്നു. ഒരാൾ 60 പേര്, 60 വീട്ടുകാരെ കൈകാര്യം ചെയ്യാൻ. ഒരാളുടെ ചുമതല 60 വീട് ഡീൽ ചെയ്യുക. ഈ 60 വീട്ടിൽ എല്ലാ കാര്യം ഇവർ ചെയ്തു കൊടുക്കണം. അവിടെ എന്താവശ്യം ഉണ്ടെങ്കിലും ഇയാൾ ചെയ്തു കൊടുക്കണം. ഇവിടെ CPM-കാർ വണ്ടി ചെയ്തോണ്ട് ഓരോ ബൂത്തിലും 10 പേരെ വീതം അധികം ചേർക്കാൻ പറയുന്നു. ഓരോ ബൂത്തിലും 10 പേരെ വീതം എടുത്തു കളയാൻ പറയുന്നു. ഇവർക്ക് കിട്ടാത്ത അതിന്റെ കാരണങ്ങൾ കണ്ടെത്തിയാൽ മതിയല്ലോ. ഈ 10 പേരെ വീതം എടുത്തു കളയുന്നു. ഈ ഓരോ ബൂത്തിലും 10 പേരെ വെച്ച് എടുക്കുമ്പോൾ എത്ര പേരായി? ഈ നീക്കങ്ങളെല്ലാം നടത്തി നല്ല സ്ഥാനാർത്ഥി തന്നെ നടത്തിയപ്പം ഇവരുടെ ഇങ്ങനെ സംഘടിതമായി നടത്തിയ എല്ലാ സംവിധാനത്തിന്റെയും ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പോഴാണ് അവരുടെ അവസാനത്തെ പ്രശ്നമാണ് ഈ കള്ളവോട്ട്. അത് തടയാൻ വേണ്ടി കേന്ദ്രസേനയും കൊണ്ടുവന്നു. ഉദ്യോഗസ്ഥന്മാരെ, കേന്ദ്ര സർവീസ് ഉദ്യോഗസ്ഥന്മാരെ 14,000 ഉദ്യോഗസ്ഥരാണ് തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്നു. ഇതോടുകൂടി അന്ന് രസമല്ലേ, ഈ മമതാ ബാനർജിയുടെ ഇടയ്ക്ക് ഈ സുവേന്ദു അധികാരി പോയി മത്സരിച്ചില്ലേ? അതെ, കഴിഞ്ഞ തവണ സുവേന്ദു അധികാരിയെ തോൽപ്പിക്കാൻ മമത പോയി മത്സരിച്ചു. അതെ, അന്ന് അയാൾ ജയിച്ചു. ഇപ്പൊ തിരിച്ചു അയാൾ ഇവിടെ വന്ന് മമതയെടുത്ത് മത്സരിച്ചു. അവിടെ തോൽപ്പിച്ചു. അല്ല, ഇതിനിടെ കുറെ വീഡിയോകളൊക്കെ വന്നായിരുന്നു. സുവേന്ദു അധികാരിനെ ആൾക്കൂട്ടം തല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതെ, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതേ മാറുന്നത് ഈ പോലീസ് സേന, കേന്ദ്രസേനയെ ശക്തമായിട്ട് വിന്യസിച്ചപ്പോഴാണ്. അതോടുകൂടി ഇവന്മാര് ചാടി പെരക്കകത്ത് കയറി മൊത്തം. പിന്നെ മൊത്തം നിയന്ത്രണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിലും കേന്ദ്രസേനയുടെ കയ്യിലും ആയിരുന്നു. അപ്പൊ തെരഞ്ഞെടുപ്പ് നല്ല കൃത്യമായിട്ടാണ്. പക്ഷെ ഈ രാഹുൽ ഗാന്ധി വന്ന് എന്തിനാണ് ഇങ്ങനെ ഒരു ഡയലോഗ് വിട്ടതെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ഈ രാഹുൽ ഗാന്ധിയോടുള്ള ആകെയുള്ള ഒരു ആശങ്ക, ബുദ്ധിമുട്ട് നമുക്ക് അതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവർ ഈ സംഖ്യകൾ പറയുന്ന അത് രാഹുൽ ഗാന്ധിയെ പപ്പും എന്ന് വിളിക്കാൻ താല്പര്യമൊന്നുമില്ല. അയാൾ ആത്മാർത്ഥതയുള്ള ഒരു നേതാവായിട്ട് ഞാൻ കാണുന്നത്. പക്ഷേ പൊളിറ്റിക്സ് അറിയത്തില്ല. അതാണ് അത്. ജോസ് കെ മാണി കേരളത്തിൽ, ജോസ് കെ മാണിക്ക് പൊളിറ്റിക്സ്, ജോസ് കെ മാണിക്ക് പൊളിറ്റിക്സ് അറിയത്തില്ല. പക്ഷെ ആ ജോസ് കെ മാണിയെ നിങ്ങൾ അടുത്തിടപെടണം. മാന്യനായ മനുഷ്യൻ, ആള് നല്ല ആളാ, പറഞ്ഞിട്ട് കാര്യമുണ്ടോ, സത്യസന്ധനായ മനുഷ്യൻ. പക്ഷെ ഞാനിപ്പോ ഇന്നലെ ഒരു വലിയ പുലിവാല് പിടിച്ചിട്ടിരിക്കുക. അതായത് ജോസ് കെ മാണിയുടെ ഭാര്യ വേളാങ്കണ്ണി പള്ളിയുടെ മുമ്പിൽ ജോസ് കെ മാണിയും പുള്ളിയും നിൽക്കുന്ന പടം ഇട്ടിട്ട് ഒരു ഇംഗ്ലീഷ് ഒരു കുറിപ്പെഴുതി, ഞാൻ ഒരിക്കലും ഞങ്ങൾ കീഴടങ്ങത്തില്ല, തോൽക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ഗതി, ഞാനിങ്ങനെ ഈ ഫേസ്ബുക്ക് എന്റെ രീതി എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യാറില്ല. ഇടയ്ക്ക് ഫോൺ, ഇപ്പൊ നമ്മൾ കുറെ നേരം ഫോണില്ല, ഇടയ്ക്ക് ഫോൺ എടുക്കുമ്പോൾ ഫേസ്ബുക്കിൽ നമ്മളിങ്ങനെ കുറെ ഓടിച്ചു സ്ക്രോൾ ഡൗൺ ചെയ്തു. അപ്പൊ ഇത് ചാടി വന്നു. എന്നാൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ കുറെ നോക്കുകയും ചിലപ്പോൾ ചില പോസ്റ്റ്, എന്റെ പോസ്റ്റ് ഒക്കെ രാത്രി അതെങ്ങനെയാന്ന് വെച്ചാൽ ചിലത് കാണുമ്പോൾ അപ്പൊ തന്നെ എന്തെങ്കിലും ഒരു മറുപടി ഇടും. രാത്രി ഞാൻ ചിലതിന് കമന്റ് ഇടും, ചിലതിന് ഞാൻ പോസ്റ്റ് ഇടും. ഇതൊക്കെ ഒരു രീതിയാണ്. അപ്പൊ ഇന്നലെ കിടക്കാൻ നേരം നോക്കുമ്പോഴത്തേക്ക് ജോസ് കെ മാണിയുടെ ഒരു സാധനം. അപ്പൊ ഞാൻ അടിയിൽ ഒരു കമന്റ് ഇട്ടു, പ്രിയപ്പെട്ട
നിഷ മാഡം, നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി ആണ് ഒരു പരിധി വരെ ഈ ഇദ്ദേഹത്തെ തോൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കുറെ പേരൊക്കെ എന്നോട് യഥാർത്ഥമാണ് എന്താണെന്നറിയോ, ഞാൻ വെറുതെ പറയുന്നതല്ല. ജോസ് കെ മാണിയുടെ ഭാര്യയും നല്ല സ്ത്രീയാണ്. പക്ഷെ കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊതുപ്രവർത്തകർക്ക് വേണ്ട ചില അച്ചടക്കമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു സിനിമാ നടിയോ ഒരു സിനിമാ നടനോ അവരിപ്പം മമ്മൂട്ടി ഇംഗ്ലണ്ടിൽ പോയിട്ട് അവിടുത്തെ ഏറ്റവും വില കൂടിയ കാർ എടുത്തിട്ട് അവിടുത്തെ മോട്ടോർ ഓടിക്കുന്ന വീട് എടുത്തിട്ട് ജനം കൈയടിക്കും. അല്ലെങ്കിൽ മറ്റേ മഞ്ജു വാര്യർ ദുബായിൽ പോയിട്ട് ആകാശത്തിൽ നിന്ന് ചാടിയ ജനം കൈയടിക്കും. അല്ലെങ്കിൽ മറ്റൊരു ഒരു സിനിമാ താരം ആരെങ്കിലും ഒരു വലിയ പഞ്ചനക്ഷത്ര ദുബായ് മറ്റേ എന്തോ ഹോട്ടലിൽ പോയി ഫോട്ടോ എടുത്തത്. പക്ഷെ രാഷ്ട്രീയക്കാരൻ അവന്റെ സ്വത്ത്, അവന്റെ പ്രതാപം, അവന്റെ ഇംഗ്ലീഷ് ജ്ഞാനം, അവന്റെ എന്താ പറയണത് വിദേശ യാത്ര, ഇതൊന്നും വെളിയിൽ കാണിക്കാൻ പാടില്ല. അതാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇവർക്കില്ല. അതാണ് മറ്റവർക്കൊക്കെ സെലിബ്രിറ്റി ഉണ്ട്. അപ്പൊ ജനം അതെന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്കൊന്നും കൊടുക്കുന്നില്ല, അവരിൽ നിന്ന് നമ്മൾ സന്തോഷം അനുഭവിക്കുന്നുള്ളൂ. പക്ഷെ ഇവർക്ക് നമ്മൾ വോട്ട് കൊടുക്കുന്നതാണ്. ഈ വോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കരുതുന്നത് അവൻ എന്നെക്കാൾ താഴെ നിന്നാൽ മതി. നമുക്കറിയാം അച്ചു ഉമ്മൻചാണ്ടി സാറിന്റെ ഇളയമോ പുള്ളിക്കാരി ഫാഷൻ ഡിസൈനിങ് ആണല്ലോ പുള്ളിക്കാരുടെ തൊഴിൽ തന്നെ. എന്നിട്ട് ഈ അച്ചു ഉമ്മനെ ആ രീതിയിലുള്ള കുറെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എന്തൊരു വിമർശനമാണ്. ഈ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് അച്ചുമ്മൻ അങ്ങനെ ചെയ്യാൻ കാര്യം അച്ചുമ്മൻ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല. ഇല്ല പക്ഷെ അപ്പോഴും ഉമ്മൻചാണ്ടിയുടെ മകളായിട്ടിരിക്കുന്ന അച്ചു ഉമ്മൻ ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു. അവരുടെ പേഴ്സണൽ അതാണ് അവർ രാഷ്ട്രീയക്കാരി രാത്രിത്തോളം അവരുടെ പേഴ്സണൽ. ആ സമയം ചാണ്ടിയമ്മൻ അത് ചെയ്ത് തോറ്റുപോകും. അവൻ സൈക്കിളിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? അവന്റെ പെങ്ങൾ അവിടെ അങ്ങനെ ശൈലി ചെയ്യുന്നത് കൊണ്ടാണ്. അല്ല, ഇയാൾ സൈക്കിളെ പോകുന്നത് മാത്രമല്ല, ആന്ധ്രയിൽ നിന്ന് പ്രചരണത്തിന് വന്ന ഒരു മനുഷ്യനെ സൈക്കിളെ വലിച്ചു കയറ്റി, ഒരു മന്ത്രിയെ. എന്നിട്ട് ഇവർ രണ്ടും കൂടെ ഒരു മഴയും നനഞ്ഞ് പോവാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ ജോസ് കെ മാണിയുടെ ഭാര്യയ്ക്ക്, ഈവൻ ജോസ് കെ മാണിയുടെ ഭാര്യ ചാരിറ്റി പ്രവർത്തനമുണ്ട്. ഈ മുടി മുറിക്കുന്ന ക്യാൻസർ, ഇതുപോലും പോസിറ്റീവായിട്ടല്ല കൺവേ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഈ അസുഖം വന്നു അല്ലേ? അല്ല, അതുകൊണ്ടാണ്. അപ്പൊ പോസിറ്റീവായിട്ട്, കാരണം ഇതൊന്നും ഒരു പോസിറ്റീവ് മുടി മുറിക്കൽ കൺവേ. അതുപോലെ തന്നെ അവരവിടെ എന്തോ ഒരു കയാക്കിംഗ് കോമ്പറ്റീഷൻ നടത്തി. അവർ വന്ന് സ്വിം സ്യൂട്ടിൽ കൊണ്ട് വെള്ളത്തിലിറങ്ങിയാൽ ഇതൊന്നും ദഹിക്കാൻ പറ്റുന്ന സമൂഹം അംഗീകരിക്കും. അതായത് നമ്മുടെ പൊതുജനം ഇത് അംഗീകരിക്കും. അത് ഇവർക്ക് മനസ്സിലായി. ഇതാണ് ഞാനത്. അപ്പൊ രാഹുൽ ഗാന്ധിക്കും പൊളിറ്റിക്സ് അറിയത്തില്ല. ഞാൻ പറഞ്ഞത് ഈ രാഹുൽ ഗാന്ധിക്ക് ഞാൻ ഇപ്പോഴും പറയാനുള്ളത്, രാഹുൽ ഗാന്ധി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ BJP വിമർശിക്കാം, പക്ഷെ രാജ്യത്തെ വിമർശിക്കരുത്. അതായത് RSS വിമർശിക്കാം, പക്ഷെ ഹിന്ദുവിനെ വിമർശിക്കരുത്. ഈ വ്യത്യാസം, ഈ RSS ഹിന്ദു വ്യത്യാസം അറിയണം. അതാണ് ഈ ഇദ്ദേഹത്തിന്റെ വിചാരം ഹിന്ദുക്കൾ മൊത്തം RSS. കേന്ദ്ര സർക്കാരും രാജ്യവും തമ്മിൽ വ്യത്യാസം അറിയണം. ഇത് തിരിച്ചറിയുന്നില്ല, വ്യത്യാസം അറിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ വളരെ കൃത്യമല്ല ഇതിന്റെ അകത്തുള്ള കാര്യം. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ നിലപാട് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കൃത്രിമമാണ് എന്നാണെന്ന് കരുതുക. വോട്ടിംഗ് മെഷീൻ ഒരു തെരഞ്ഞെടുപ്പിനോട് സഹകരിക്കരുത്, ഒരു തെരഞ്ഞെടുപ്പ് മത്സരിക്കരുത്. ഇത് കേരളത്തിൽ നടന്നു. UDF-ന് 102 സീറ്റ് കിട്ടി, കൊള്ളാം. തമിഴ്നാട്ടിൽ വിജയും DMK-യും കൂടുതൽ കിട്ടി, കൊള്ളാം. ബംഗാളിലും ആസാമിലും ശരിയല്ല. അത് ശരിയല്ല. ഒന്ന് മണ്ഡലം പുനർനിർണയിച്ചു എന്നൊക്കെയുള്ളതാണ് അതിന്റെ അടിസ്ഥാന ഘടകം. പക്ഷെ പുള്ളി പറഞ്ഞു വരുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ഇത് വോട്ടിംഗ് തെരഞ്ഞെടുപ്പ് നീതിപൂർവ്വമല്ല. പിന്നെ മാത്രമല്ല, ഇയാൾ ഈ വോട്ടിംഗ് മെഷീനെതിരെ ഒരു വലിയ ക്യാമ്പയിൻ നയിച്ചുകൊണ്ട് വന്നിട്ട് അത് ചീറ്റിപ്പോയില്ലേ? അതെ, നമ്മളൊരു കാര്യം പറയുമ്പോൾ നമുക്കതിനെ വ്യക്തമായ ധാരണ വേണം. നമുക്ക് ഊഹാപോഹം പോരാ. ഇദ്ദേഹം കൊണ്ടുവന്ന ഈ ഡബിൾ വോട്ട്, ഇരട്ട വോട്ട് കൊണ്ടുവന്ന മൊത്തം പൊളിഞ്ഞു പോയി. അതാ പറഞ്ഞത്. അത് എന്തെങ്കിലുമൊക്കെ രാഹുൽ ഗാന്ധിയുടെ പ്രശ്നമായി ഞാൻ കണ്ടതെന്ന് സ്വന്തമായിട്ടല്ല ഡാറ്റ ശേഖരിക്കുന്ന ആരെങ്കിലും കൊണ്ടു കൊടുക്കുന്ന പുള്ളി അങ്ങ് വിശ്വസിച്ച് പറയാം. ആ ഡാറ്റയെ ഞാൻ ജീവിതത്തിൽ ഇന്നവരെ ഒരു വീഡിയോയില് ഒരു ഡാറ്റയും വേറൊരാളതിൽ ഞാൻ എടുക്കത്തില്ല. കാരണം നമുക്ക് ഉറപ്പില്ല നമ്മൾ ഇതെങ്ങനെ പറയുന്നത്. ഞാൻ എപ്പോഴും പറയാറില്ല, ഞാൻ ദീപികയിൽ ജോലി ചെയ്ത കഥ പറയാറുണ്ട്. ദീപിക ഞാൻ ജോലി ചെയ്തിരുന്ന കാലത്ത് എന്നെ ഒരു പരമ്പര ചെയ്യാൻ വിട്ടു. അത് ഫാദർ ജോസ് പന്തപ്പള്ളം തൊട്ടി എന്ന് പറയുന്ന ഒരു അച്ഛനാണ് എഡിറ്റർ. നമുക്ക് നേടാം ലാഭത്തോപ്പുകൾ, കൃഷി ലാഭകരമായി ചെയ്യാം എന്നുള്ളതാണ് പരമ്പര. അപ്പം കൃഷി ലാഭകരമായി ചെയ്യുന്ന ആളുകളെ കണ്ടെത്തുക, അവരുടെ ഫീച്ചർ ചെയ്യുക എന്നുള്ളതാണ് പണി. ഞാൻ അങ്ങനെ സംസ്ഥാനം മുഴുവൻ യാത്ര ചെയ്ത് കൃഷി ലാഭകരമായി ചെയ്യുന്നതിനെ കണ്ടെത്തി നല്ലതായിട്ടൊരു പരമ്പര എഴുതി കൊണ്ട് കൊടുത്തു. അപ്പോൾ ഈ പാലക്കാട് നെൽകർഷകരെ കണ്ടപ്പം ഞാൻ ആ വാക്ക് മറന്നുപോയി. ഈ നെൽകർഷകർ പ്രാദേശികമായി ഉപയോഗിക്കുന്ന ഒരു പദം അതെന്നോട് പറഞ്ഞു. അത് അവരുടെ ലോക്കൽ പ്രയോഗമാണ്. ഞാൻ ആ ലോക്കൽ പ്രയോഗം ഇതിൻ്റെ അകത്ത് ചേർത്തു, ലേഖനത്തിൽ ചേർത്തു. അച്ഛൻ്റെ കൊണ്ട് ലേഖനം കൊണ്ട് കൊടുത്തു. അച്ഛനെ ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് കറക്റ്റ് എന്നോട് ഇത് എന്താന്ന് ചോദിച്ചു. ഈ പ്രയോഗം എനിക്കറിയത്തില്ല. എന്നോട് ചോദിച്ചു, ആ വാക്ക് ഞാൻ മറന്നുപോയി. ഇതെന്നാ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് അവിടെ പ്രാദേശികമായി പറഞ്ഞ ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞു, അത് എഴുതി ആൾക്ക് അറിയത്തില്ല, പിന്നെ വായിക്കുന്നവർക്ക് എങ്ങനെ അറിയുന്നതെന്ന് പറഞ്ഞ് ആ പരമ്പര മുഴുവൻ കീറിക്കളഞ്ഞു.
അപ്പം ഞാൻ അതിനുശേഷം ജീവിതത്തിൽ നമുക്ക് ഉറപ്പുള്ള കാര്യം മാത്രമേ നമ്മൾ പരിശോധിച്ച ഡാറ്റ മാത്രമേ പറയൂ. ഇപ്പം ചില വാക്കുകൾ ഇംഗ്ലീഷ് ഉച്ചാരണത്തിൽ ചില വാക്കുകൾ സംശയം വരുമ്പോൾ നോക്കിയില്ലെങ്കിൽ തെറ്റായിരിക്കും. പലപ്പോഴും ആളുകൾ എൻ്റെ വീഡിയോയിൽ ഞാൻ ചില ഇംഗ്ലീഷ് വാക്കുകൾ പറയും. പോസ്കോ എന്ന് പറഞ്ഞു ഇടയ്ക്ക് ഇടയ്ക്ക് പറഞ്ഞു. പോക്സോ അത് നമുക്ക് അതെന്തോ പറഞ്ഞ അതല്ല അപ്പൊ തന്നെ ഇതല്ല ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് യാട്ട് എഴുത് YACH ആണ്. യാച്ചല്ല യാട്ടാണ്. അതുപോലെ കിയോസ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പൊ ഇങ്ങനത്തെയുള്ള വാക്കുകളൊക്കെ നമ്മൾ ഉച്ചാരണം നമ്മൾ സ്പെല്ലിംഗ് അനുസരിച്ച് വായിച്ച് തെറ്റിപ്പോകും. അപ്പൊ എനിക്ക് സംശയമുള്ളപ്പോൾ ഞാൻ സാധാരണ ചെക്ക് ചെയ്യാറുണ്ട്. എന്നെങ്കിലും ചെക്ക് ചെയ്യാൻ വിട്ടുപോയി ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ അടിയിൽ കമന്റ് വരും. അത് കൃത്യമാണ്. നമ്മുടെ എന്തെങ്കിലും ഒരു ഫാക്ച്വൽ ഒരു കുഞ്ഞു മിസ്റ്റേക്ക് ഡൊണാൾഡ് ട്രംപ് എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഡൊണാൾഡ് ട്രംപ് ആണ്. അതെ, ഡൊണാൾഡ് അല്ല, ഡൊണാൾഡ് ആണ്. ഇതൊക്കെയാണ് പ്രശ്നം. എന്തുവേ രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം അതാണ്. എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാൻ നമ്മൾ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത് ബംഗാളിൽ വലിയൊരു മാറ്റം തുടക്കമിട്ടിരിക്കുന്നു. അത് വെറുതെ ഉണ്ടാക്കിയതല്ല. കേരളത്തിൽ തുടക്കമിട്ടിരിക്കുന്നു. ബംഗാളിൽ അത് പൂർത്തിയായിരിക്കുന്നു. വലിയൊരു മാറ്റമാണ്. അത് വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയിരിക്കുന്ന മാറ്റമാണ്. അതിനെക്കുറിച്ച് കുശുമ്പുണ്ടാക്കിയിട്ടോ കുറ്റം പറഞ്ഞിട്ടോ കാര്യമൊന്നുമില്ല. യാഥാർത്ഥ്യം. നന്ദി, നമസ്കാരം.